എടാ മറ്റവരൊക്കെ ഞാൻ വിളിച്ച കാര്യങ്ങൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ട്രിപ്പ് പോകണം. ഈ ട്രിപ്പ് പറയുമ്പോ നമുക്ക് സങ്കടം ഇത് മുൻകൈ എടുത്ത് ഇറങ്ങിയത് സഹോണക്കാരണല്ലേ. ഞാൻ ഒരുപാട് കാലമായിട്ട് ഒരു ഐഫോൺ എടുത്തോണ്ടി നിൽക്കുക. ഐഫോൺ 30 ഇറങ്ങിയപ്പോ തുടങ്ങിയ ട്രൈയാ, ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഒരു 15 Pro Max എടുക്കാൻ റെഡി ആയ സമയത്താണ് വീട്ടിലത്തെ വണ്ടർ വിഷയം. അപ്പൊ എല്ലാ വണ്ടി ഉണ്ടല്ലോ വീട്ടില് കൊടുത്തില്ലേ. ഇപ്പൊ ഹോസ്പിറ്റലേഴ്സും കുറച്ച് കാരണമൊക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് ഓട്ടം അധികം. അപ്പൊ ഒരു വണ്ടി എന്തായാലും അർജന്റ്. അപ്പൊ വീട്ടിൽ നിന്ന് പറിച്ചു തുടങ്ങി ഒരു വണ്ടി എടുക്ക്, ആ പൈസ കയ്യിലുണ്ടല്ലോ ഓൾറെഡി എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് എന്റെ പ്രശ്നം. ഈ 2 വർഷത്തിനുള്ള ഒരു പോംവഴി ഉണ്ട്. നമുക്ക് ഇതിലൂടെ വരാൻ പറ്റുമോ? എവിടേക്കാ ഞാൻ വരാത്തത്? അന്നാ വണ്ടി എടുക്കും. എടാ ഈ പറഞ്ഞുള്ള കാര്യം സത്യമാണോ? വേറെ ഉടായ്പിലോണ്ട് ചാടിക്കാനാ? ഉടായ്പിലോ? അനെ ഉടായ്പിലോണ്ട് ചാടിച്ചിട്ടുണ്ടോ? പറയാൻ പറ്റില്ല. അല്ലടാ, ഞാനിപ്പോ അനെ കൊണ്ടുകൊടുക്കാന്നറിയോ, കേരളത്തിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായി കാറിന്റെ ഡീലർമാരായ പോപ്പുലർ ഹ്യുണ്ടായുടെ ഷോറൂമിലേക്ക് എറണാകുളം. അവിടെ ഇപ്പൊ വാഹനങ്ങൾ ഇപ്പൊ എടുക്കണേ. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു പുതിയ വാഹനം വേണ്ടേ? അപ്പൊ വാഹനങ്ങൾ ഈ ഒരു സെപ്റ്റംബർ മാസം 15 വരെ എടുക്കുകയാണെങ്കിൽ, അതായത് സെപ്റ്റംബർ 15 ഓണത്തിന്റെ ഓഫർ, ഓണത്തിന്റെ സീസണും അപ്പൊ ഒരുപാട് ഓഫറുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഒരു കാർ എടുക്കുമ്പോൾ ആൾക്കൊരു കൂപ്പൺ തരും. ആ കൂപ്പണില് കൂപ്പൺ നിസ്സാരമായിട്ട് കരുതല്ലേ, ഒരു കൂപ്പൺ തരും. സമ്മാനം ഉണ്ടാവില്ല, അത് സാധാരണ നമ്മളെ ആളെ പറ്റിക്കുന്ന കൂപ്പൺ അല്ല. ഒരു കൂപ്പണിൽ ഒരു സമ്മാനം ഉറപ്പാണ്. എന്തൊക്കെ സമ്മാനം എന്നറിയോ? എന്റെ സ്വപ്നമായിട്ടുള്ള iPhone 15 Pro Max, പിന്നെ MacBook, പിന്നെ ഗോൾഡ് കോയിൻ, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ആ കൂപ്പണിൽ ഉണ്ടാവും. ഒന്നും ഇല്ലാണ്ടിരിക്കില്ല. കൺഫേം ആണ് പറയാൻ കാരണം കമ്പനി 2.5 കോടി ഉൾപ്പെടെ സമ്മാനങ്ങളാണ് ഈ ഒരു സീസണിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. 2.5 കോടി. അപ്പൊ എന്തായാലും ഒരു കൂപ്പണില് അനക്കൊരു ഇതുണ്ടാവും. അനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മോനെ അനക്ക് കാർ, എന്റെ വീട്ടിലേക്ക് ഒരു കാറും അനക്കൊരു iPhone 15 Pro Max. അപ്പൊ അവിടെ പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ടിട്ട് അനക്ക് ഞാൻ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി തരാം. ഉടായ്പ കൊണ്ട് അടിക്കില്ല കേട്ടോ. ബ്രോ, അങ്ങനെയാണെങ്കിലേ വരുന്ന വഴിക്ക് യൂസർ കാർ നോക്കണം. എടാ യൂസ്ഡ് കാറിലേക്ക് പോണ്ട. നമ്മളിപ്പോ ഈ പോണ ഷോറൂമില് ഇയർ ബാഗ് വാഹനങ്ങൾ പുതിയതുണ്ട്. അത് യൂസർ എടുക്കാൻ പറഞ്ഞ വേറെ കാര്യമുണ്ട്. ഡൗൺ പേയ്മെന്റ് കാശ് എത്ര കിലോ എടുത്ത് നമ്മളിപ്പോ ഈ പോണ ഷോറൂമില്ലേ, അവിടെ ഇപ്പൊ പുതിയ വാഹനങ്ങൾ, ചില വാഹനങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവര് പറയും ഏതൊക്കെ വണ്ടികളാണ് എന്താന്നൊക്കെ. അത് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ യൂസ്ഡ് കാർ എടുക്കുന്നതിനേക്കാളും ലാഭമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ ഇയർ ബാഗ് വാഹനത്തിൽ എന്താ ഗുണം? ഇയർ ബാഗ് വാഹനങ്ങൾ എടുത്ത ലാഭല്ലേ? നമ്മൾ ഒന്നാമത്തെ ഇപ്പൊ 1 ലക്ഷം രൂപ കുറവുണ്ടാവും. അല്ലാണ്ട് 1 ലക്ഷം. ഇപ്പൊ ഈ 2023 ഒരു വണ്ടി എടുക്കാൻ പോകണം. അതിന് മാർക്കറ്റ് റേറ്റ് പുതിയതിന് 9 ലക്ഷം രൂപ കൊണ്ട് വിചാരിക്കും. അതിപ്പോ നിങ്ങൾ യൂസർ പോയി കഴിഞ്ഞാൽ മാക്സിമം 2023 വണ്ടി എങ്ങനെ ചവിട്ടി പിടിച്ചാലും ഒരു 60-70 റുപ്യ കുറച്ച് വരും. ഇനിയിപ്പോ നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് നമ്മൾ ഒന്നുകൂടി ചവിട്ടുകയാണെങ്കിൽ മാക്സിമം 1 ലക്ഷം റുപ്യ അല്ലെ? അതിനപ്പുറം എന്തായാലും പോലില്ല. കിട്ടുള്ളൂ. യൂസർ കാർ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് മാറും, അതുപോലെ തന്നെ കിലോമീറ്റർ ചേഞ്ച് വരും, പിന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ, പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം നോക്കണം. ഇതാകുമ്പോൾ ഇയർ ബാഗ് വാഹനങ്ങൾ ഇപ്പൊ അവിടെ സെയിൽ ചെയ്യണ എത്രയാണെന്ന് അറിയാം? 1.5 ലക്ഷം റുപ്യ ഡിസ്കൗണ്ട്. ഓൺ റോഡ് പ്രൈസ്. അതിന്റെ വില ഇപ്പൊ 9 ലക്ഷം റുപ്യ ആണെങ്കിൽ അത് 8 ലക്ഷം റുപ്യക്കാണ് ഇപ്പൊ സെയിൽ ചെയ്യണത്. ഒരുപാട് സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ, പിന്നെ ഓണർഷിപ്പ് ഒക്കെ നമ്മുടെ പേരിൽ ഫസ്റ്റ് ഓണർ ആയിരിക്കും. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടികൾ ഇയർ ബാഗ് വാഹനം എന്ന് പറഞ്ഞാൽ അവിടെ ഓടിപ്പിച്ച വണ്ടിയല്ല. 2023 വണ്ടിയിൽ അവർ സ്റ്റോക്ക് ഉണ്ടാവും. ആ സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ഇത്രയും വലിയ ഓഫർ കൊടുക്കുന്നത്. അല്ല, ഓഫർ എത്ര മാസം വരുന്നുണ്ട്? ഓഫർ സെപ്റ്റംബർ മാസം 15 വരെ ഉള്ളൂ. അതും വൈറ്റിലെ ഷോറൂമിൽ. ഓൾ കേരള ഇമ്മീഡിയറ്റ് ഡെലിവറി. അതായത് ഇപ്പൊ നമ്മളിപ്പോ അവിടെ പോയിട്ട് വണ്ടികൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എവിടെയാണുള്ളത് അവിടെ കൊടുത്ത് ഡെലിവറി ചെയ്ത് നമ്മളിപ്പോ ബുക്ക് ചെയ്യണ വൈറ്റിലാണ്. മലപ്പുറത്തുള്ള ഒരാൾക്ക് വണ്ടി വേണം, വണ്ട കിട്ടും. പിന്നെ എന്താ കിട്ടുക? ഓൾ കേരള. പിന്നെ ഇയർ ബാഗ് വാഹനങ്ങൾ വേറെ കാര്യം കിട്ടോ, ആകെ ഒരു 10-15 എണ്ണം ഉള്ളൂ. അത് എണ്ണം കുറവാണ്. കാരണം 2023 മോഡലല്ലേ, 2024 ഇപ്പൊ അവർക്ക് സ്റ്റോക്ക് ഉണ്ട്. 2023 മോഡൽ കാര്യം പറഞ്ഞ ഒരു 15ഓളം വാഹനങ്ങളുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ പോയിട്ട് സെറ്റ് ആക്കാം. നോക്കാം. അപ്പൊ രണ്ടാളുടെ കാര്യം നടക്കില്ല. അതിനായിട്ട് വേറെ ദിവസം വരണ്ടല്ലോ. അതെ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ ശരത്തിന് വണ്ടിയാണ്. അവൻ കുറെ ചോദിച്ചോണ്ടിരിക്കുക. ഏത്? ക്രെറ്റ. ബ്ലാക്ക് വണ്ടി. ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള വണ്ടി അതുണ്ട് അവിടെ. അതൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നമുക്കിപ്പോ ഷോറൂമിലേക്ക് പോകണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ. അതെ, വീഡിയോ വരും. ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് എനിക്ക് അയച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ അല്ലേ എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ബോർഡിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് വാഹനം ഇപ്പൊ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂപ്പണും കാര്യങ്ങളും കിട്ടും. സുരക്ഷിതമായിട്ടുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും അതിലുണ്ട്. അതിന്റെ സമ്മാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ iPhone Pro Max 15 Pro Max വരുന്നുണ്ട്. അതുപോലെ തന്നെ MacBook, ഗോൾഡ് കോയിൻ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ വാറന്റി, എക്സ്റ്റൻഡ് വാറന്റി 4 വർഷത്തേക്കും അതുപോലെ തന്നെ 60,000 കിലോമീറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാറന്റിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് വാറന്റി ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് 2 വർഷം അതല്ലെങ്കിൽ 20,000 കിലോമീറ്ററിനുള്ളിൽ ആ കാര്യങ്ങൾക്കും വാറന്റി കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നൽകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ തന്നെ ഇവിടെ നിന്ന് വാഹനങ്ങൾ ഇപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 രൂപ വില വരുന്ന ഒരു കംഫർട്ട് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഷോറൂമിൽ സെപ്റ്റംബർ മാസം 15-ാം തീയതി വരെ ഉണ്ട്. സമയം കളയണ്ട. നിങ്ങളിപ്പോ നല്ലൊരു വാഹനം വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ ഒരു ഓണ സീസൺ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഏകദേശം 2.5 കോടി രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് ഒരു കൂപ്പണിൽ ഒരു സമ്മാനം ഉറപ്പാണ്. അത് നമുക്കിപ്പോ ഐഫോൺ ആവാം, മാക്ബുക്ക് ആവാം, ഗോൾഡ് കോയിൻ ആവാം. നിങ്ങളുടെ ഭാഗ്യം ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഷോറൂമിൽ ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളുള്ളത്, അതിന്റെ എല്ലാം വില എത്രയാണ്, അതിനെല്ലാം ഓഫർ എത്രയാണ് കൊടുക്കുന്നത്, EMI എത്ര വരും എന്നൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഷോറൂമിലത്തെ വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു തരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള റോസ്മേരിയാണ്. റോസ്മേരിക്ക് നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹ്യുണ്ടായിന്റെ പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ പെടുന്ന i20 എന്ന വെഹിക്കിൾ ആണ്. ഇതിപ്പം നിങ്ങൾ കാണുന്നത് i20 N-line വെഹിക്കിൾ ആണ്. i20 IVT ആൻഡ് മാനുവൽ ആണ് നമുക്ക് നോർമലി വരുന്നത്. നോർമൽ വെഹിക്കിളിന്റെ പവർ എന്ന് പറയുന്നത് 1.2 കാപ്പ പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. അതേപോലെ 83 PS പവറും, അതേപോലെ IVT-ലേക്കാണെങ്കിൽ 88 PS പവറും ആണ് നമുക്ക് വരുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 8,48,000 രൂപയ്ക്ക് ഇതിന്റെ ഫസ്റ്റ് വേരിയന്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് വരുന്നത് 5,999 മാത്രമാണ്. അതേപോലെ പെർ ലാക്ക് EMI ആയിട്ട് വരുന്നത് 1,499 രൂപ മാത്രം. ഒരു മൈലേജ് അല്ലെങ്കിൽ കൺവീനിയന്റ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് എൻട്രി ലെവലിലുള്ള നമ്മുടെ ഗ്രാൻഡ് i10 നിയോസ് എന്ന് പറയുന്നത്. മെയിനായി 2 എഞ്ചിനിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിൻ, അതേപോലെ തന്നെ 1.2 ലിറ്റർ ബൈഫ്യൂൽ CNG. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 7,18,000 രൂപയാണ്. 0 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും. പെർ ലാക്ക് EMI വെറും 1,499 രൂപ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ മൈക്രോ SUV സെഗ്മെന്റിൽ പെടുന്ന ഒരു വെഹിക്കിൾ ആണ് എക്സ്റ്റർ എന്ന് പറയുന്നത്. ഹ്യുണ്ടായി എക്സ്റ്റർ മൈക്രോ SUV സെഗ്മെന്റിലാണ് നമ്മുടെ ഈ വെഹിക്കിൾ അറിയപ്പെടുന്നത്. ഈ വെഹിക്കിളിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത് 7,43-നാണ്. ഓൺ റോഡ് പ്രൈസ് 7,43,000 രൂപയുണ്ടെങ്കിൽ ഈ വെഹിക്കിൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതേപോലെ തന്നെ AMT സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ AMTയിൽ നമുക്ക് 9,86,000 രൂപയ്ക്ക് ഈ ഒരു വെഹിക്കിളിന്റെ AMT സെഗ്മെന്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡൗൺ പേയ്മെന്റ് 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വെഹിക്കിൾ സ്വന്തമാക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് നല്ലൊരു സിബിൽ സ്കോറും നല്ല ട്രാക്കും ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിന് 1,499 രൂപ മാത്രമേ EMI വരുന്നുള്ളൂ. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെന്യൂ ആണ്. വെന്യൂവിൽ നമുക്ക് 3 എഞ്ചിൻസ് ആണ് വരുന്നത്. 3 എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ 1.2 കാപ്പ പെട്രോൾ എഞ്ചിനും, അതേപോലെ തന്നെ 1 ലിറ്ററിന്റെ TGDI എഞ്ചിനുമാണ് വരുന്നത്. അതേപോലെ 1.5-ന്റെ ഡീസൽ എഞ്ചിനും നമുക്ക് വെന്യൂവിൽ അവൈലബിൾ ആണ്. വെന്യൂവിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 9,54,000 രൂപയാണ്. അതായത് 9,54,000-ന് ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് 1,499 രൂപയ്ക്ക് EMI ആയിട്ട് നിങ്ങൾക്ക് ഈ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഹ്യുണ്ടായിന്റെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് ഹ്യുണ്ടായി ക്രെറ്റ. SUV സെഗ്മെന്റിൽ പെടുന്ന വാഹനമാണ് ഹ്യുണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത്. മെയിനായി നമുക്ക് 3 എഞ്ചിനിലാണ് ഈ വെഹിക്കിൾ അവൈലബിൾ ആകുന്നത്. 1.5-ന്റെ പെട്രോൾ എഞ്ചിനും, അതേപോലെ തന്നെ 1.5-ന്റെ ഡീസൽ എഞ്ചിനും 1.5-ന്റെ TGDI എഞ്ചിനുമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയി വരുന്നത്. ക്രെറ്റയുടെ സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 13,49,000 രൂപയാണ്. ഹ്യുണ്ടായിന്റെ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത് എറണാകുളം വൈറ്റ്ല ഗീതാഞ്ജലി ജംഗ്ഷനിലുള്ള പോപ്പുലർ ഹ്യുണ്ടായി ആണ്.